നമസ്കാരം, മല്ലു ടെക് അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു HTML വെബ്സൈറ്റിലെ ഹെഡിങ്സ് എങ്ങനെ കൊടുക്കാം, പാരഗ്രാഫ് എങ്ങനെ കൊടുക്കാം, അതിന് എങ്ങനെ ഫോർമാറ്റിംഗ് കൊടുക്കാം എന്നുള്ളതാണ്. ഇത് ഡീപ്പായിട്ടുള്ള ഫോർമാറ്റിംഗ് അല്ല, HTML ഡിഫോൾട്ടായിട്ടുള്ള ഫോർമാറ്റിംഗ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഹെഡിങ് കാണാം, വി ബിലീവ് ഇൻ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കാണാം. തൊട്ടപ്പുറത്ത് വേറൊരു ഹെഡിങ് കാണാം, അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഹെഡിങ്, അതിൻ്റെ അടിയിൽ ഒരു വലിയ ഹെഡിങ് കാണാം. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ പല ഹെഡിങ്ങുകളുണ്ട് അല്ലേ, ഒരു വലിയ ഹെഡിങ് ഉണ്ടാവാം, അതിൻ്റെ സബ് ഹെഡിങ്ങുകൾ ഉണ്ടാവാം. അപ്പോൾ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഹെഡിങ്സ്. അപ്പോൾ ആദ്യം ഞാനൊരു എഡിറ്റർ എടുക്കുകയാണ്, അത് സേവ് ചെയ്യാൻ പോവാണ്. index.html എന്ന് പറഞ്ഞ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തു. ഇനി നമുക്കതിൽ നമ്മുടെ ബേസിക് HTML സ്ട്രക്ചർ കോഡ് ചെയ്തെടുക്കാം. HTML/HTML. ഇനി നമ്മുടെ ഹെഡ് സെക്ഷൻ /ഹെഡ്. അടുത്തായിട്ട് നമ്മുടെ കണ്ടൻറ്റ് കൊടുക്കുന്ന സെക്ഷൻ body/body. ഇനി ടൈറ്റിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. ടൈറ്റിൽ, ഹെഡിങ്സ് ആൻഡ് പാരഗ്രാഫ്സ്. ടൈറ്റിൽ കൊടുത്തു. ഇനി ബോഡി കണ്ടൻറ്റാണ് നമ്മുടെ മെയിൻ കണ്ടൻറ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ HTML 6 ഹെഡിങ് ടാഗുകളാണുള്ളത്. ഒന്നാമത്തതാണ് H1 ടാഗ്. H1 ടാഗിൽ ഏതൊരു വെബ്സൈറ്റിലും ഒരു പേജിൽ ഒരു വട്ടം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഏതൊരു പേജിലും നിങ്ങൾക്ക് ഒരു വട്ടം യൂസ് ചെയ്യാം. കഴിഞ്ഞിട്ടുള്ള സബ് ഹെഡിങ് വരുന്നത് H2, H3 പോലുള്ള സബ് ഹെഡിങ്ങാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സബ് ഹെഡിങ് ആണ് H2. അപ്പോൾ നമ്മൾ ആദ്യത്തേൽ ഹെഡിങ് കൊടുക്കാൻ പോവാണ്, ഹെഡിങ് 1. H2ൽ നമ്മൾ കൊടുക്കാൻ പോവാണ് ഹെഡിങ് 2. അതുപോലെ H3, ഹെഡിങ് 3. H4, ഹെഡിങ് 4. H5, ഹെഡിങ് 5. H6, ഹെഡിങ് 6. അപ്പോൾ ഇതാണ് നമ്മുടെ HTML-ലുള്ള ഹെഡിങ് ടാഗുകൾ. H1 ടാഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ്. അതിന് ശേഷം വരുന്ന സബ് ഹെഡിങ്സ് എല്ലാം H2, H3, H4, H5, H6 വരെ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ പ്രിവ്യൂ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉപകാരം എന്താണെന്ന് മനസ്സിലാവും. നമ്മൾ index.html ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ. ഹെഡിങ് 1 എന്നുള്ളത് ഏറ്റവും വലിയ ഹെഡിങ് ആയിട്ടും ബാക്കിയുള്ളതൊക്കെ വലിപ്പം കുറഞ്ഞ് ഏറ്റവും ചെറിയ ഇതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഹെഡിങ് ടാഗുകൾ. അപ്പോൾ മെയിൻ ഹെഡിങ് 1, അത് ഒരു പേജിൽ ഒരു വട്ടം. പിന്നെ ഹെഡിങ് 2, പിന്നെയുള്ള സബ്ബൊക്കെ H3 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെയും സബ് വരുന്നെങ്കിൽ H4 യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് HTML സൈറ്റിൽ എങ്ങനെ പാരഗ്രാഫ് ആഡ് ചെയ്യാം എന്നുള്ളതാണ്. പാരഗ്രാഫ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് P/P എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ ആം എ പാരഗ്രാഫ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഇനി നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു പാരഗ്രാഫ് ആക്കി എടുക്കാൻ പോവാണ്. ഓക്കെ, കുറച്ച് കോപ്പി പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ സേവ് ചെയ്തു. ഇനി അതിൻ്റെ പ്രിവ്യൂ നമുക്ക് നോക്കാം. കണ്ടോ, ഒരു പാരഗ്രാഫ് വന്നു. അപ്പോൾ ഹെഡിങ് ടാഗുകളൊക്കെ ഇത്തിരി ബോൾഡായിട്ടാണ് വന്നിട്ടുള്ളത്. പാരഗ്രാഫ് ടാഗുകളൊക്കെ ഒരു നോർമൽ ബോൾഡ്നെസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡീഫോൾട്ടായിട്ട് HTML ഹെഡിങ്ങുകളൊക്കെ ഇത്തിരി ബോൾഡായിട്ടാണ് വരുന്നത്. പാരഗ്രാഫുകളെല്ലാം നോർമൽ ടെക്സ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഹെഡിങ്ങുകൾക്കും പാരഗ്രാഫുകൾക്കൊക്കെ എന്തെങ്കിലും ഫോർമാറ്റിംഗ് കൊടുക്കണമെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഒരു ടെക്സ്റ്റ് ബോൾഡായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് B/B. ഐ ആം ബോൾഡ് ടെക്സ്റ്റ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ നോക്കാം. കണ്ടോ, ആ ടെക്സ്റ്റ് അവിടെ ബോൾഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫോർമാറ്റിംഗ് ടാഗാണ് സ്ട്രോങ്. I am strong text.
ഇനി നമുക്കതിൻ്റെ പ്രിവ്യൂ നോക്കാം. ഐ ആം ബോൾഡ് ടെക്സ്റ്റും ഐ ആം സ്ട്രോങ് ടെക്സ്റ്റും ഏകദേശം ഒരേ എഫക്റ്റിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഡിഫറൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രോങ് ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു പേജിലെ ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബോൾഡ് ടെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ബോൾഡ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെർച്ച് എൻജിൻസിനൊക്കെ അവെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രോങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ലൈൻ ബ്രേക്ക് നമുക്ക് കൊടുക്കണം. അപ്പോൾ ഞാനൊരു BR ടാഗ് ഇവിടെ ഇടാണ്. ഇനി നമ്മൾ വീണ്ടും പ്രിവ്യൂവിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ കറക്റ്റ് ലൈൻ ബ്രേക്ക് വന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ വേർഡ് ഡോക്യുമെൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ഇറ്റാലിക്സ് കൊടുക്കാൻ പറ്റും നമ്മുടെ ഫോണ്ടിന്. അപ്പോൾ ഇറ്റാലിക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് I/I എന്ന ടാഗാണ് നമ്മൾ ഇറ്റാലിക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റാലിക്സ് ടെക്സ്റ്റ് നമ്മൾ ഇവിടെ ഒരു ലൈൻ ബ്രേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അതേ ലൈനിൽ തന്നെയാണ് അത് വരിക. ഇതവിടെ ഇറ്റാലിക്സ് ടെക്സ്റ്റ് വന്നിട്ടുണ്ട് പ്രിവ്യൂവിൽ. ഇനി അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന വേറൊരു ടാഗാണ് EM. ഇത് ഒരു കണ്ടൻറ്റ് എംഫസൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ EM ടാഗ് യൂസ് ചെയ്യുന്നത്. ഏതൊരു ടാഗും ഓപ്പൺ ചെയ്താൽ ക്ലോസ് ചെയ്യാൻ മറക്കരുത്. ഇനി അതിൻ്റെ പ്രിവ്യൂ നമുക്ക് നോക്കാം. കണ്ടോ, ഇത് രണ്ടും ഏകദേശം ഒരേ എഫക്റ്റാണ്. അപ്പോൾ I ടാഗ് യൂസ് ചെയ്താലും EM ടാഗ് യൂസ് ചെയ്താലും ഏകദേശം ഒരേ എഫക്റ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെയും ഒരു ലൈൻ ബ്രേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. ഇനി അടുത്തത് പറയുന്നത്, നമ്മൾ സ്ക്വയർ ഒക്കെ കാണുമ്പോൾ നമ്മൾ 100 സ്ക്വയർ 200 സ്ക്വയർ എന്നൊക്കെ കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ സാധാ ടെക്സ്റ്റ് കൊടുത്താൽ അങ്ങനെ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സൂപ്പർ സ്ക്രിപ്റ്റ്. അപ്പോൾ SUP/SUP ആണ് അതിൻ്റെ ടാഗ് വരുന്നത്. ഓക്കെ, ഈ 2 ഇട്ട് കഴിഞ്ഞാൽ ഇത് സ്ക്വയർ ആയിട്ടാണ് അവിടെ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഇവിടെ ഒരു ലൈൻ ബ്രേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ പ്രിവ്യൂ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 100 സ്ക്വയർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 താഴെ വരണം എന്നുണ്ടെങ്കിൽ എന്താണ് കൊടുക്കുക, അതാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. അത് നമ്മൾ ലൈൻ ബ്രേക്ക് കൊടുത്തു. ഇനി സബ് എന്നുള്ള ടാഗാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 100 സബ്സ്ക്രിപ്റ്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. അതിൻ്റെ ഉള്ളിൽ 2 കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ നോക്കാം. കണ്ടോ, ഇപ്പോൾ സ്ക്വയർ വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ബേസ് ആയിട്ടാണ് ഈ 2 വന്നിട്ടുള്ളത്. ഇനി അടുത്ത ടാഗ് നമുക്ക് നോക്കാം. നിങ്ങൾ ഇ-കോമേഴ്സ് സൈറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു പ്രൈസ് കട്ട് ചെയ്തിട്ട് വേറെ ഒരു ഓഫർ പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് ഡിലീറ്റ് ടാഗ്. ഡിലീറ്റഡ് ടെക്സ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് DEL/DEL എന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. 1234 അതിൻ്റെ തൊട്ടപ്പുറം നമ്മൾ 1000 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു ലൈൻ ബ്രേക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ നോക്കാം. 1234 എന്നുള്ളത് കട്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്, അതായത് ഡിലീറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് ശേഷം 1000 നോർമൽ ടെക്സ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിലീറ്റഡ് ടെക്സ്റ്റ് കൊടുക്കുന്നത്. അടുത്തത് സ്മോൾ. അപ്പോൾ സ്മോൾ ടെക്സ്റ്റിൻ്റെ ഒരു ഉപയോഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു ഹെഡിങ് ടാഗ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഹെഡിങ് ടാഗ് ഞാനൊരു H2 ടാഗ് യൂസ് ചെയ്യാണ്. അതിൽ I am small എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സ്മോൾ എന്നുള്ളത് നമുക്ക് ചെറുതാക്കി കൊടുക്കണം. അപ്പോൾ small/small അതാണ് അതിൻ്റെ ടാഗ് വരുന്നത്. നമുക്കിതിൻ്റെ പ്രിവ്യൂ നോക്കാം. ഇപ്പോൾ I am എന്നുള്ളത് നോർമൽ H2 സൈസിലും സ്മോൾ എന്നുള്ളത് അതിൻ്റെ ചെറിയ സൈസിലുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കോഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. small/small അതാണ് അതിൻ്റെ കോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ഹെഡിങ്സ് എങ്ങനെ യൂസ് ചെയ്യാം, പാരഗ്രാഫ്സ് എങ്ങനെ യൂസ് ചെയ്യാം, ഇതിനൊക്കെ എങ്ങനെ ഫോർമാറ്റിംഗ് ടാഗുകൾ യൂസ് ചെയ്തിട്ട് കൊടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഈ സോഴ്സ് കോഡ് മൊത്തം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഡൗൺലോഡ് ലിങ്ക് കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.